ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു ഹോം മെയ്ഡ് സ്നാക്കാണ്. ഹോം മെയ്ഡ് സ്നാക്ക് എന്ന് പറയുമ്പോൾ ഹോം മെയ്ഡ് ക്രസ്റ്റ് കൊണ്ടുണ്ടാക്കിയ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ റോൾ ഷീറ്റ് സ്നാക്കാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാനിപ്പം ആക്കിയിട്ടുള്ളത്. അടിപൊളി സ്നാക്കാണ്, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 2 ചെറിയ സൈസ് ഉള്ളി അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ മിക്സാക്കി കൊടുക്കുക. കുറച്ച് കളർ മാറുന്ന വരെ ഇത് കുക്കാക്കി കൊടുക്കുക. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നല്ലവണ്ണം ഒന്ന് കളർ മാറുന്ന വരെ മാത്രം ഇതൊന്ന് സോഫ്റ്റാക്കി കൊടുക്കുക. നീളത്തിലാണ് അരിയുന്നത്. ഇത് റോളായതുകൊണ്ട് ഞാനെല്ലാം ആ ഒരു ഷേപ്പിലാണ് അരിഞ്ഞിട്ടുള്ളത് ഈ ഉള്ളി. അപ്പോൾ നീളത്തിൽ അരിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എന്നിട്ട് ഞാൻ പച്ചമുളക് ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുള്ളൂ. രണ്ടോ മൂന്നോ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് തക്കാളിയും ക്യാപ്സിക്കവും പിന്നെ ക്യാബേജും കൂടിയാണ്. തക്കാളിൻ്റെ ഉൾഭാഗം ഞാനത് കളഞ്ഞിട്ട് ഇതിൻ്റെ ഔട്ടർ ക്രസ്റ്റ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പം കാരണം ഇത് വെള്ളം കയറുമല്ലോ. അപ്പം തക്കാളിൻ്റെ ആ വെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉൾഭാഗം ആ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് കവർ ചെയ്തിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സും ഉപ്പും മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ ചിക്കന് ഞാൻ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സാക്കി കൊടുക്കാം. ചിക്കൻ ഞാൻ ആദ്യം ബോയിലാക്കി ജസ്റ്റ് ഉപ്പ് മാത്രം ചേർത്തിട്ടാണ്. അപ്പോൾ അതിൽ ഓൾറെഡി ഉപ്പില്ലോണ്ട് നിങ്ങൾ അത് ഉപ്പ് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതി. അത് ലാസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പം ജസ്റ്റ് ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഉപ്പ് ചിക്കൻ നല്ലോണം സോഫ്റ്റ് ആകുന്ന വരെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കെച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു സോസ് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മാത്രമേ, ജസ്റ്റ് കുറച്ച് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് ചെറിയ തീയിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഓൾറെഡി എല്ലാം കുക്ക്ഡ് ആയതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ചെയ്യണ്ട. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഈ പച്ചക്കറി വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുമ്പോൾ അത് കടിക്കുന്ന ഒരു ഭാഗം മാത്രം കുക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ മിക്സ് റെഡിയായി കഴിഞ്ഞിട്ട് അത് തണിഞ്ഞ് കഴിഞ്ഞാൽ മയണൈസ് ഞാൻ ചേർക്കുന്നത് 1-2 സ്പൂണ് മാത്രം. നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് ചേർത്താൽ മതി. അതിൽ കൂടുതൽ ചേർക്കണ്ട, 1-2 സ്പൂണ് മാത്രം. ഇതിപ്പോൾ മിക്സാക്കി കൊടുത്തിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയ റോൾ ഷീറ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നില്ല ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കാം. എന്നിട്ട് ഇപ്പം ഞാനിത് റോളാക്കി വെക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് മൈദ വെള്ളം ചേർത്തിട്ടില്ല, ആ നമ്മൾ ഒരു ഗ്ലൂ പോലെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുന്നില്ലേ, അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റോൾസ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇത് നോക്കിയാൽ നമ്മളെ ഹോം മെയ്ഡ് ആയതുകൊണ്ട് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഈ ഷീറ്റിൻ്റെ റെസിപ്പി എല്ലാവരും തീർച്ചയായിട്ട് വീഡിയോ കാണാം. സിമ്പിളാണ്, പിന്നെ ഹോം മെയ്ഡ് ആയതുകൊണ്ടും കൂടി നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഒരു അഡിറ്റീവ്സും വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഉപ്പും മൈദപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് മാത്രമല്ല നല്ല രീതിയിൽ ഫോൾഡായിട്ട് വന്നിട്ടുമുണ്ട്. ഞാനിപ്പോൾ ഇത് കുറച്ച് ഫ്രീസറിൽ കവർ ചെയ്തിട്ട് വെച്ചതാണ്. അപ്പോൾ റോൾ ചെയ്തിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ സിമ്പിളായിട്ട് റോൾ ചെയ്തെടുക്കാം. ഇപ്പം ഇതിങ്ങനെ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യുകയും ചെയ്യാം. റോൾ ഷീറ്റ് ആക്കി വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ട് ഫില്ലിംഗ് ആക്കിയിട്ട് നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, നന്ന ഡീപ്പല്ല, കാരണം എല്ലാം കൂടിയിട്ട് എല്ലാം കുക്ക്ഡാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പം തന്നെ നിങ്ങളെ റോള് റെഡിയായിട്ട് കിട്ടും. കൂടുതൽ ബ്രൗൺ ആക്കാൻ നിൽക്കണ്ട, പിന്നെ അതൊരു ടേസ്റ്റ് മാറും. ഇപ്പോൾ അത് ജസ്റ്റ് നോക്കി സാധാരണ നോർമലായിട്ടുള്ള നല്ല ക്രിസ്പി റോൾസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി റോൾസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഹോം മെയ്ഡ് ആയതും കൊണ്ടും തന്നെ നല്ല ക്രിസ്പി പഫ്സിൻ്റെ എല്ലാം ആ ഒരു പേസ്ട്രി ഷീറ്റ് ഉണ്ടല്ലോ, അതേ ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല ചൂടിലുകൊണ്ട് എനിക്കിത് പൊട്ടിക്കാനും കഴിയുന്നുണ്ടായിട്ടില്ല, ഹാഫാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നല്ല ഫില്ലിംഗ് എല്ലാം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. വെജിറ്റബിൾസെല്ലാം ആഡ് ചെയ്തിട്ട് ഹെൽത്തി സ്നാക്കാണ്, ഹോം മെയ്ഡാണ്. അപ്പം ഷീറ്റൊക്കെ ഹോം മെയ്ഡ് ആയതുകൊണ്ട് കൂടുതൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.